AI എവിടെ നോക്കിയാലും ഇപ്പോൾ AI ആണ്. പക്ഷേ ഈ AI കാര്യത്തിൽ ചിലരൊന്നും വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല. എന്താണെങ്കിലും വൈകിയാണെങ്കിലും ആപ്പിളും അവസാനം AI കൊണ്ടുവന്നു ഗൈസ്. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. ഈ AI എന്ന് വെച്ചാൽ അതിന്റെ ഫുൾ ഫോം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നായിരുന്നല്ലോ നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ അതല്ല അത്രേ, ആപ്പിൾ ഇന്റലിജൻസ് എന്നാണ്. അങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ല, സംഭവം അടിപൊളിയാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കുറച്ച് സംഭവങ്ങൾ ആപ്പിൾ ഇന്റലിജൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ AI എന്ന് പറയുന്ന സംഭവം കുറച്ച് മുന്നേ തന്നെ പലതിലും കണ്ടിട്ടും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് ആപ്പിൾ തന്നെ പറയുന്നുണ്ട്. കണ്ടറിയാം. അപ്പൊ ഈ പുതുതായിട്ട് വന്നുള്ള ആപ്പിൾ ഇന്റലിജൻസിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ്, ആപ്പിൾ ഇന്റലിജൻസ് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ സാഹചര്യത്തെ മനസ്സിലാക്കുക എന്നതാണ്. മറ്റ് AI അസിസ്റ്റന്റുകളെ അപേക്ഷിച്ച് ഇത് നമ്മുടെ ഷെഡ്യൂളുകൾ കൺസിഡർ ചെയ്യും, ട്രാഫിക് കണ്ടീഷൻസ് നോക്കും, എന്തിന് നമുക്കുള്ള ടാസ്കുകൾ വരെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു മീറ്റിംഗിന് ബെസ്റ്റ് ടൈം എപ്പോഴാണെന്നുള്ള AIയോട് ചോദിച്ചു കഴിഞ്ഞാൽ ആപ്പിൾ ഇന്റലിജൻസ് അവിടെയുള്ള ട്രാഫിക്കിന്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ഷെഡ്യൂളുകളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഒരു കറക്റ്റ് ആയുള്ള ടൈം ഫിക്സ് ചെയ്ത് തരും. പിന്നെ യൂസറിന്റെ പ്രൈവസി ആണ് ആപ്പിൾ പ്രധാനമായിട്ട് നോക്കുന്നത്. കൂടുതൽ AI മോഡൽസും ഡയറക്റ്റ് നിങ്ങളുടെ ഡിവൈസിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഇൻഫർമേഷൻ ഒക്കെ സെക്യൂർ ആണ്. ഇതുപോലെ കൂടുതൽ പ്രയാസമുള്ള AI ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിൾ അവരുടെ പ്രൈവറ്റ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് വർക്ക് ചെയ്യുന്ന ആപ്പിളിന്റെ സ്വന്തം ആപ്പിൾ സിലിക്കൺ ചിപ്പിലാണ്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റക്ക് സെക്യൂരിറ്റി, സേഫ്റ്റി, പ്രൈവറ്റ് ഇതെല്ലാം കിട്ടും. ഓക്കെ, ഇതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് സിറി. ഈ AI വന്നോടുകൂടി ഒന്നുകൂടെ സ്മാർട്ടർ ആയിട്ടുണ്ട്. അതിന് താങ്ക്സ് ടു ആപ്പിൾ ഇന്റലിജൻസ്. ഇപ്പൊ നമുക്ക് കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ട് സിറിയോട് സംസാരിക്കാം. പിന്നെ ഫോളോ അപ്പ് ആയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഈവൻ സ്പെസിഫിക് ഐഫോൺ ഫീച്ചേഴ്സിൽ നിന്ന് പോലും ഹെൽപ്പ് കിട്ടും. സിറിക്ക് ആപ്പുകളിലൂടെ ആക്ഷൻ എടുക്കാനും അപ്കമിംഗ് അപ്പോയിന്റ്മെന്റ്സ് ആക്സസ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ബെറ്റർ ആയുള്ള അസിസ്റ്റൻസ് ഇതിലൂടെ കിട്ടും. ആപ്പിൾ ഇന്റലിജൻസ് ഒരു പ്രൊഡക്ടിവിറ്റി പവർ ഹൗസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ പുതിയ റൈറ്റിംഗ് ടൂൾ ഉണ്ട്. ഇത് വെച്ചുകൊണ്ട് ഇമെയിലിനെ റീറൈറ്റ് ചെയ്യാം, മെയിലിലുള്ള ഹൈലൈറ്റ് ഇമ്പോർട്ടന്റ് നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്യാം, പ്രൂഫ് റീഡ് ചെയ്യാൻ വേണ്ടി വേരിയബിൾ ആപ്സിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാനൊരു ബേസിക് ആയിട്ടുള്ള ഒരു മെയിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്തു, അതുപോലെ ലീവ് ലെറ്ററോ എന്തോ ആവട്ടെ. അപ്പൊ അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ റൈറ്റിംഗ് ടൂൾ വെച്ചുകൊണ്ട് അതിനെ പെർഫെക്റ്റ് ആയിട്ട് റീറൈറ്റിംഗ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു മെയിൽ വന്നാൽ സമ്മറൈസ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിലുള്ള ഇമ്പോർട്ടന്റ് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇങ്ങനെ കാണിക്കും. ഇനി അടുത്തത് നിങ്ങൾക്ക് കുറച്ച് ക്രിയേറ്റീവ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആപ്പിൾ പുതുതായിട്ട് കൊണ്ടുവന്നാണ് ഇമേജ് പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ. ഇതിലൂടെ നമുക്ക് ടെക്സ്റ്റ് ബേസിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാം, ഒരു തീം സെലക്ട് ചെയ്യാം, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഇതിലുണ്ട്. ഇനി നോട്ട് ആപ്പിലും കുറെ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇമേജ് വാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഇനി മുതൽ നോട്ട്സിൽ നമ്മളൊരു ഏകദേശം രൂപം വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആക്കിയിട്ട് സെറ്റ് ആക്കി തരും. നോട്ട് ആപ്പിലൂടെ വോയിസ് റെക്കോർഡ് ചെയ്യാം, ട്രാൻസ്ക്രൈബ്, ഓഡിയോ ഡയറക്റ്റ്ലി നോട്ടിൽ നിന്ന് എന്നെ സമ്മറൈസ് ചെയ്യാനും പറ്റും. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നോട്ടിൽ കൊണ്ടുവന്നുണ്ട്. ഇതെല്ലാം ആപ്പിളിന് മാത്രമുള്ളതല്ല, മൈക്രോസോഫ്റ്റ്, IBM, ആമസോൺ, എൻവിഡിയ അങ്ങനെയുള്ള എല്ലാവരും AI ഉപയോഗിക്കുന്നുണ്ട് അവരുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾക്കറിയോ, ഇങ്ങനെയുള്ള കമ്പനികൾക്കെല്ലാം ഇപ്പൊ വേണ്ടത് AI എഞ്ചിനീയേഴ്സിനെയാണ്. അവരെയാണ് ഇപ്പൊ ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നിങ്ങൾക്കും മാക്സിമം ഉപയോഗപ്പെടുത്താം. പക്ഷെ ഓർക്കുക, സാധാരണ ഒരു ഡിഗ്രി ഇതിന് മതിയാവില്ല. എല്ലാ കമ്പനിക്കും വേണ്ടത് ഇൻഡസ്ട്രി റെലവന്റ് പ്രാക്ടിക്കൽ സ്കിൽസ് ആണ്. ഇന്നത്തെ കാലത്ത് ഈ ഒരു കോളേജിൽ ഇതിനാവശ്യമായിട്ടുള്ള എല്ലാം കിട്ടും. ന്യൂട്ടൺ സ്കൂൾ ഓഫ് ടെക്നോളജി ഇവർ ഗ്ലോബൽ BTech ഇൻ CS ആൻഡ് AI ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവരുടെ അഡ്വാൻസ്ഡ് കരിക്കുലം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇൻഡസ്ട്രി പ്രൊഫഷണൽസ് ആണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഫസ്റ്റ് ഇയർ ഇത് തന്നെ കോഡ് ക്രാക്ക് ചെയ്യുന്നു. നമ്മുടെ മൈൻഡിനെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള AI വർക്ക്ഷോപ്സ്, പ്ലേയിങ് വിത്ത് റോബോട്ടിക് പ്രോജക്ട്സ്, ഇതൊക്കെ ഒരു വേറെ ഫീൽ ആയിരിക്കും അല്ലേ? ഇവരെ മൈക്രോസോഫ്റ്റ്, ആമസോൺ, ലിങ്ക്ഡിൻ ഇങ്ങനെയുള്ള ടോപ്പ് നോച്ച് കമ്പനീസിലെ ടെക് ലീഡ്സിൽ നിന്ന് മെന്റർഷിപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ 6 മന്ത് മാൻഡറ്ററി പെയ്ഡ് ഇന്റേൺഷിപ്പ് കിട്ടുന്നത് വരെ ഇവരെല്ലാം കവർ ചെയ്യും. ഇതുകൊണ്ട് തന്നെ ഇവരുടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് തന്നെ ഓൾറെഡി ബിഗ് കമ്പനികളിൽ 30,000 രൂപ ആവറേജ് സ്റ്റൈപ്പൻഡ് ഉള്ള ലാൻഡിംഗ് ഇന്റേൺഷിപ്പ് നേടുന്നു. എന്തിന്, ഇവരുടെ പുതിയ വിദ്യാർത്ഥികൾ പോലും 1.25 ലക്ഷം സ്റ്റൈപ്പൻഡ് ഉള്ള ഗൂഗിൾ ഇന്റേൺഷിപ്പ് നേടിയിട്ടുണ്ട്. സോ ഇവരുടെ എൻട്രൻസ് ടെസ്റ്റിന്റെ സമയം നോക്കി ഓർത്തു വെക്കുക. NSA ടെസ്റ്റ് ഈ ജൂണിൽ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവരുടെ ഡൽഹി, NCR ഓർ പൂനെ ക്യാമ്പസിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പൊ സമയം കളയേണ്ട നല്ല സാധ്യതകളുള്ള സംഭവമാണ്. ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ഇനി ആപ്പിൾ ഇന്റലിജൻസിലേക്ക് തന്നെ തിരിച്ചു വരാം. അടുത്ത ഫോട്ടോ ആപ്പ് ഒന്നുകൂടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നാച്ചുറൽ ലാംഗ്വേജിൽ വരെ നമുക്ക് ഫോട്ടോസ് സെർച്ച് ചെയ്യാം. ഇപ്പൊ നമ്മൾ വാട്ടർഫാളിൽ പോയിട്ടുള്ളതോ, അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പഠിക്കുന്ന തൊട്ട് അവസാനം വരെ ഉള്ളതോ, അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ട് ആ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ഉള്ളതൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിന്റെ എല്ലാം
സെറ്റ് ആയിട്ടാണ് വരും. പിന്നെ ഫോട്ടോയിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് റിമൂവ് ചെയ്യാൻ പറ്റും. അല്ല ഇത് ആവശ്യമില്ലല്ലേ? അല്ല, അങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും ആവശ്യമില്ലാത്തത്. പേഴ്സണലൈസ്ഡ് സ്റ്റോറീസ് ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ തായ്ലൻഡ് പോയിട്ട് നമ്മൾ കഴിച്ച ഫുഡുകളെല്ലാം എന്നൊക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ആപ്പിൾ പുതുതായിട്ട് ചാറ്റ് GPT കൊണ്ടുവന്നിട്ടുണ്ട്. ആപ്പിൾ ഓപ്പൺ AI ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് ഈ ഒരു ചാറ്റ് GPTയെ ആപ്പിൾ ഇന്റലിജൻസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി സിറി ഉപയോഗിച്ച് ചാറ്റ് GPTയിലൂടെ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ ഫോട്ടോ എടുത്ത് ഈ ഒരു പ്രൊഡക്റ്റിന്റെ നല്ല കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാറ്റ് GPTയുടെ സഹായത്തോടു കൂടി അത് കറക്റ്റ് ആയിട്ട് തന്നെ എടുത്തു തരും. യെസ്, ഇതുപോലെ ഒരുപാട് കാര്യങ്ങളാണ് ആപ്പിൾ ഇന്റലിജൻസ് നമുക്ക് ഇപ്പോൾ ഓഫർ ചെയ്തിട്ടുള്ളത്. ആപ്പിൾ ആകുമ്പോൾ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഇല്ലാതിരിക്കില്ലല്ലോ. ഇതെല്ലാം ആപ്പിൾ 15 Pro അതിന്റെ മുകളിലേക്കുള്ള ഡിവൈസിൽ മാത്രമേ കിട്ടൂ. ചിലപ്പം ഈ ഒരു ഫീച്ചേഴ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പുതിയ മോഡൽസ് ഒക്കെ ഇറങ്ങുന്ന സമയത്ത് അതിലേക്കൊക്കെ ആളുകൾ വാങ്ങിക്കുമല്ലോ, അത് വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷെ എല്ലാ കമ്പനിയും അങ്ങനെയല്ല. സാംസങ്ങിന്റെ കാര്യത്തിൽ കുറച്ച് മാന്യതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് കണ്ടറിയാം, അല്ലെങ്കിൽ അടുത്ത വീഡിയോകളിലായിട്ട് ചെയ്യാം. അപ്പൊ ഈ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.